നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നയപ്രഖ്യാപന പ്രസംഗത്തിലും റിപ്പബ്ലിക് ദിന പരേഡ് വേദിയിലും ഗവർണർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. പൊതുവേദികളിലും പൊതുനിരത്തിലും ഗവർണറെ അധിക്ഷേപിക്കുന്ന ഭരണപക്ഷത്തോട് ഗവർണർ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഭരിക്കുന്ന സർക്കാരിന്റെ കളിപ്പാവയല്ല ഗവർണർ എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. എന്റെ സർക്കാർ ഗവർണർ ഒഴിവാക്കിയതെന്തിന്? സർക്കാരിനോടുള്ള താക്കീതോ ഗവർണർ തുടരുന്ന ഈ നയം? ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നവർ സംവാദകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, BJP പ്രതിനിധിയായി ശ്രീ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, LDF പ്രതിനിധിയായി ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, സേവ് യൂണിവേഴ്സിറ്റി ഫോറം അംഗം ശ്രീ RS ശശികുമാർ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ ബൽദേവ് സച്ചിദാനന്ദനിലേക്ക് വരികയാണ്. ശ്രീ ബൽദേവ്, ഗവർണർ തൻ്റെ നിലപാട് കടുപ്പിച്ച് നയം തുടരുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു മാറ്റവുമില്ല. ഗവർണറെ കാണുമ്പോൾ മുഖം തിരിച്ച് നിൽക്കുക, അല്ലെങ്കിൽ പൊതുനിരത്തുകളിലും പൊതുവേദികളിലുമൊക്കെ ഗവർണർക്കെതിരെ അധിക്ഷേപം ചൊരിയുക എന്നുള്ള പതിവ് ശൈലി തന്നെ തുടരുകയാണ്. പിന്നെ എങ്ങനെയാണ് ഗവർണർക്ക് എൻ്റെ സർക്കാർ എന്നുള്ള രീതിയിൽ ഭരണപക്ഷത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുക? ഗവർണർ അത്തരത്തിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അത് ഭരണപക്ഷത്തിന്റെ കൂടി പെരുമാറ്റ രീതി കൊണ്ടല്ലേ? ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഒരു ഭരണഘടനാ രീതിയിലൂടെയാണ് ഒരു സംസ്ഥാനത്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഗവർണർ നിറവേറ്റേണ്ട ചില ഭരണഘടനാപരമായ ചില കടമകളുണ്ട്. അതിന് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളോ യുവജന സംഘടനകളോ സമരം ചെയ്തതുകൊണ്ടോ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ കർത്തവ്യങ്ങൾ അദ്ദേഹത്തിന് നിറവേറ്റാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോഴാണല്ലോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. 2022 കേരളത്തിലെ പോളിസി അഡ്രസ് നയപ്രഖ്യാപനത്തിൽ അന്ന് അദ്ദേഹം ഒരു പാരഗ്രാഫ് ഉപേക്ഷിച്ചു പോയി. ആ പാരഗ്രാഫിൽ 18ാമത്തെ പാരഗ്രാഫാണ് അദ്ദേഹം ഉപേക്ഷിച്ചത്. അത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഒരു വാചകമായിരുന്നു ആ പാരഗ്രാഫിലുള്ളത്. അത് ഉപേക്ഷിച്ചു പോയി. 1969 ഒരു സമാനമായൊരു സംഭവം ഉണ്ടായത്. അന്ന് വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, ഐക്യമുന്നണി സർക്കാരാണ്, യുണൈറ്റഡ് ഫ്രണ്ട്. കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയി ബംഗ്ലാ കോൺഗ്രസ് ഉണ്ടാക്കിയ അജയ്കുമാർ മുഖർജി ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. അന്ന് ജ്യോതിബാസു ഡെപ്യൂട്ടി മുഖ്യമന്ത്രി. അന്ന് കോൺഗ്രസിന്റെ ഗവർണർ ധർമ്മവീരയാണ്. അദ്ദേഹം ഈ പോളിസി അഡ്രസ്സിലെ 2 പാരഗ്രാഫ് വായിക്കാത്തതിന് ശക്തമായ സമരം ഉണ്ടാവുകയും അത് ലോകസഭയും രാജ്യസഭയൊക്കെ ചർച്ച ചെയ്യുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ആയതാണ്. അപ്പൊ അത് ഗവർണർ അവിടെയും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്തോ ഇല്ലയോ എന്നതാണ്. അപ്പൊ അദ്ദേഹം സഭയെ അഡ്രസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നയപ്രഖ്യാപനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം. അതിന് മറ്റ് വഴക്കുകൾ, വീട്ടിലുണ്ടാകുന്ന വഴക്കുകളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ പല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കാണെന്ന് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ ആ വഴക്കുകൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ പാടില്ല. വിശേഷിച്ചും ഭരണഘടനാപരമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഭരണഘടന അദ്ദേഹത്തിൽ അനുശാസിക്കുന്ന കർത്തവ്യങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഗവർണറിന് നയപ്രഖ്യാപനം വായിക്കാതെ തന്നെ വന്നിട്ട് പോയാൽ പോലും ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന കാര്യമേ അല്ല. ഗവൺമെന്റ് അതിന് ദൈനംദിന ബിസിനസ് കാര്യങ്ങളിലേക്കോ ബജറ്റ് സമ്മേളനങ്ങളിലേക്കോ ഒരു വർഷത്തെ കാര്യങ്ങളിലേക്കോ ഒക്കെ പോകുന്നതിന് ഗവർണറുടെ നയപ്രഖ്യാപനം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമൊന്നുമല്ല. ഗവർണർ ജസ്റ്റ് വന്നിട്ട് സഭയെ അഭിസംബോധന ചെയ്ത് പോയാൽ പോലും ഗവർണർ നയപ്രഖ്യാപനം നടത്തിയതായിട്ട് തന്നെയാണ് ഭരണഘടനമായി കീഴ്വഴക്കം. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും വിദ്യാർത്ഥി സംഘടനകളോ മറ്റു സംഘടനകളോ അദ്ദേഹത്തിനെതിരെ കരിങ്കോടി കാണിക്കുകയോ സമരം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഗവർണർ കാണിച്ച ആ നയപരമായ പരിപാടി എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റിനോടല്ല, ഇന്ത്യയുടെ തന്നെ ജനാധിപത്യ പ്രസ്ഥാനത്തോടെ, ഫെഡറൽ സംവിധാനത്തോടെ കാണിച്ചിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. കാരണം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട, അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ജനപ്രതിനിധികൾ. ഗവർണർ ജനപ്രതിനിധിയല്ല, റെപ്രസെന്റേറ്റീവ് ആണ്. അത് പല കാര്യങ്ങളിലും സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് മുകളിലല്ല ഒരു റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റിന്റെ പാർലമെന്റ് അംഗങ്ങളും നിയമസഭകളും വോട്ട് ചെയ്തെടുക്കുകയാണ്. പക്ഷെ ഗവർണറെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ജനപ്രതിനിധികൾക്ക് മുകളിൽ അധികാരമില്ല. ഒന്നത്. 2, അങ്ങനെയുള്ള ജനപ്രതിനിധി സഭയോടെ ഒരു ഗവർണർ കാണിക്കുന്ന വലിയ അവഗണനയാണത്. അതിനകത്ത് രാഷ്ട്രീയമല്ല പ്രശ്നം, ഭാരതത്തിന്റെ നിലവിലുള്ള ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളിയാണ്. അല്ല കേരള ഗവൺമെന്റിനോടുള്ള വെല്ലുവിളിയല്ല. ഇത് ജനങ്ങളോടും
ഇന്ത്യൻ ഭരണഘടനയോടും ഉള്ള ഒരു വെല്ലുവിളിയാണ്. ശ്രീ ബൽദേവ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെങ്കിൽ അതേ ഭരണഘടനാപരമായ പദവിയിൽ ഇരിക്കുന്ന ഗവർണറോട് ഭരണപക്ഷവും മറ്റ് അനുയായികളുമൊക്കെ കാണിച്ചിട്ടുള്ളത് എന്താണ്? അവിടെ എന്തുകൊണ്ട് ആ നീതി പുലർത്തിയില്ല? അത് ഭരണഘടനയുള്ള അവഗണനയല്ലല്ലോ. ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് ഭരണഘടനാപരമായ പദവി നിർവഹിക്കുന്ന വ്യക്തിയാണല്ലോ അദ്ദേഹം. പോകുന്ന വഴികളിലൊക്കെ അദ്ദേഹത്തിനെതിരായ ബാനറുകൾ പ്രത്യക്ഷപ്പെടുന്നു. അത് നീക്കാൻ പറഞ്ഞിട്ട് നീക്കുന്നില്ല. അദ്ദേഹം പോകുന്ന വഴികളിൽ കരിങ്കൊടിയുമായി വാഹനവ്യൂഹത്തിന് മുൻപിലേക്ക് എടുത്തു ചാടുന്നു. അത് പോലീസുകാർ തന്നെ ആ വാഹനവ്യൂഹത്തിന്റെ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവിടെയൊന്നും ഭരണഘടനാപരമായ പദവി നിർവഹിക്കേണ്ട. പ്രതിഷേധങ്ങളൊക്കെ ഏതു രീതിയിലുമാകാം. പക്ഷേ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഭരണഘടനാപരമായ പദവി നിർവഹിച്ചേ മതിയാവുകയുള്ളൂ. അതൊരു ഇരട്ടത്താപ്പല്ലേ? തീർച്ചയായിട്ടും അല്ല. ഭരണഘടനാ പദവി ഡിസ്ചാർജ് ചെയ്യുന്നതും പ്രതിഷേധവും രണ്ടാണ്. ഇവിടെ ജനാധിപത്യപരമായ രീതിയിലോ അല്ലെങ്കിൽ അല്പം തെറ്റായ രീതിയിലോ ആയിരിക്കാം സമരങ്ങൾ ചെയ്യുന്നു. അതിന്റെ നിയമപരമായ മാർഗങ്ങളുണ്ട്. ഗവർണർക്കും പ്രസിഡന്റിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. അതനുസരിച്ചാണ് പോലീസ് കേസ്. അവർക്ക് രണ്ടുപേർക്കും മാത്രമേ ഉള്ള പ്രൊട്ടക്ഷൻ. അവർക്കെതിരെ സമരം ചെയ്യുന്നതിന് ഇന്ത്യൻ പീനൽ കോഡിൽ പ്രത്യേക സെക്ഷൻ ഉണ്ട്. അതനുസരിച്ച് കേസെടുക്കുന്നുണ്ട്. അത് ഭരണഘടനാപരമായ തകർച്ചയല്ലത്. സമരം ആർക്ക്? ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ സമരം ചെയ്തത്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ സമരം ചെയ്തത്. പ്രധാനമന്ത്രി വരുമ്പോൾ ഒരാൾ കരിക്കൊടി കാണിച്ചാൽ അത് ഭരണഘടനാ വീഴ്ചയാണോ? അല്ല, അത് പ്രതിഷേധ സമരമാണ്. പ്രസിഡന്റ് വന്നാലും കരിക്കൊടി കാണിക്കാം, അത് പ്രതിഷേധ സമരമാണ്. അപ്പൊ ആ സമരങ്ങൾ അത് ഭരണഘടനാ വീഴ്ചയല്ല. സമരം അത് ജനാധിപത്യപരമായ രീതിയിൽ കാണിക്കുന്ന സമരമാണ്. ആ സമരം ഒരിക്കലും ഒരു ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യത വേണം. ഭരണഘടനയെ അനുശാസിക്കുന്നതാണ്, ഭരണഘടന പറയാത്തതല്ല. അതിന്റെയൊക്കെ ഞാൻ പിന്നീട് രണ്ടാമത്തെ ചർച്ചയിലേക്ക് വരാം. ഭരണഘടന അനുശാസിക്കുന്നതാണ് ഗവർണറുടെ അഡ്രസ് എന്ന് അദ്ദേഹത്തിന്റെ പോളിസിയാണ്. ആ അഡ്രസ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നിർവഹിക്കണം. അത് ആണ് ഞാൻ പറഞ്ഞത്. ആ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. ഭരണഘടനയുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളോടുമുള്ള ഒരു വെല്ലുവിളിയാണ്. അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. ഏത് പാർട്ടി ഭരിച്ചാലും ഗവർണർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കർത്തവ്യം നിർവഹിക്കണം. അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുണ്ടെങ്കിൽ അത് നേരിടാൻ നിയമപരമായ മാർഗങ്ങളുണ്ട്. അതിനാണ് ഇന്ത്യയിൽ നിയമങ്ങളുള്ളത്. എനിക്കെതിരെ ആരെങ്കിലും ഒരാൾ സമരം ചെയ്താൽ ഞാൻ ഏത് ഉന്നത സ്ഥാനത്തിരുന്നാലും ആ സമരങ്ങളെ നേരിടാനുള്ള നിയമങ്ങളുണ്ട്. അല്ലാതെ എന്റെ കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്നല്ല. വിശേഷിച്ചും സാധാരണ കർത്തവ്യമല്ല ഗവർണർക്കുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണ്. അത് ഒഫീഷ്യലായിട്ട് അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യണം. അത് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി. ശ്രീ പത്മനാഭൻ, സാങ്കേതികമായി അദ്ദേഹം ഭരണഘടനാപരമായ പദവി നിർവഹിക്കേണ്ടതാണ്. അത് നിർവഹിച്ചു തന്നെ പോകണം എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. അത് ഇനി അഥവാ അങ്ങനെ ചെയ്തില്ല എങ്കിൽ പോലും തങ്ങൾക്ക് പ്രതികൂലമായി ഒന്നും സംഭവിക്കില്ല എന്നുള്ള പതിവ് നയവും അവർ വച്ചു പുലർത്തുന്നുണ്ട്. അല്ല, അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായിട്ട് വായിക്കണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നൊന്നുമില്ല. ഗവർണർ അഡ്രസ് ചെയ്യണം എന്നാണ്, ഷാൽ അഡ്രസ് എന്നാണ്. ആ അഡ്രസ് സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന, സർക്കാർ എഴുതി കൊടുക്കുന്ന സംഗതിയാണ്. അത് മുഴുവൻ വായിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. 2, അങ്ങനെയുള്ള അഡ്രസ്സിൽ നമ്മുടെ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അഡ്രസ് ചെയ്യാതിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇവിടെ 18ാമത്തെ പാരഗ്രാഫ് 2020 ബഡ്ജറ്റ് അഡ്രസ്സിൽ 2020 ഗവർണറുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഒഴിവാക്കി. എന്തായിരുന്നു ആ പാരഗ്രാഫ്? രാജ്യത്തിലെ പാർലമെന്റ് പാസാക്കിയ നിയമം. ഏതാ വിഷയം പൗരത്വം, സിറ്റിസൺഷിപ്പ്. ഈ സിറ്റിസൺഷിപ്പ് വിഷയം ഏത് സബ്ജക്റ്റിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലോ, യൂണിയൻ ലിസ്റ്റിലോ, സ്റ്റേറ്റ് ലിസ്റ്റിലോ? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റിൽ പാർലമെന്റ് പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ട ഒരു നിയമത്തെ പറ്റി അതിനെതിരെ ഒരു സംസ്ഥാന സർക്കാർ അവരുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി പ്രസിഡന്റ് നിയമിച്ച ഗവർണറെ കൊണ്ട് വായിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അനൗചിത്യപരമാണ്. അത് ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹം വായിക്കേണ്ടത്. അപ്പൊ അതുപോലെ ഇത്തവണത്തെ പ്രസംഗത്തിന് എന്താ പ്രശ്നം? ഇത്തവണത്തെ പ്രസംഗത്തില് അദ്ദേഹം വായിക്കാതിരുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് അറിയില്ല എന്നാ മുഖ്യമന്ത്രി വരെ പറഞ്ഞത്. അപ്പൊ എനിക്ക് അതിനപ്പുറം ഒന്നും അറിയില്ല. എന്നാലും ഞാൻ ഊഹിച്ചു പറയാണ്. തെറ്റാവാം, ശരിയാവാം. ഇതില്
സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് കേന്ദ്രം ഇടപെടുന്നു എന്ന് പറയും. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2003 പാസാക്കിയ നിയമപ്രകാരമല്ലേ. GSDPയുടെ 27% കടമെടുക്കരുതെന്നല്ലേ 2003 നിയമം. ആ നിയമം ബാധകമല്ലേ? അത് ബാധകമല്ലേ? അത് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമല്ലേ? അപ്പോൾ നിങ്ങളുടെ കടമെടുപ്പ് പരിധി കുറച്ചു കൊണ്ടുവരണം എന്നുള്ളത് അത് നിയമപരമായി ചെയ്യുന്നതാണ്. പിന്നെ 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിൽ നിന്നും വിപരീതമായി വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന് നൽകേണ്ടത് നൽകുന്നില്ല. ഏതാണത്? എന്താണത്? പറ കേക്കട്ടെ. അത് കൃത്യമായി പറയണ്ട. അത് പറഞ്ഞിട്ടില്ല. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞല്ലോ. ഇപ്പം ഈ അടുത്ത ദിവസം, ഇനിയിപ്പോ അടുത്ത് വരാൻ പോവുകയാണ് ഫെബ്രുവരി 1. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ MP ഇന്നെന്ന പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ഇന്നെന്ന പദ്ധതിക്ക് കേന്ദ്രം തരേണ്ട പൈസ തന്നിട്ടില്ല, എന്തുകൊണ്ടാണ് തരാത്തത് എന്ന ഒരു ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചോ? ഒറ്റ MP പോലും ഉന്നയിച്ചിട്ടില്ല. 2 വിഷയങ്ങളിൽ 2 MP ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന് പോഷൻ പദ്ധതി, ഉച്ചഭക്ഷണ പദ്ധതി. 2 തൊഴിലുറപ്പ് പദ്ധതി. രണ്ടും UDF MP-മാരാണ്. UDF MP-മാരാണ്. ആ UDF MP-മാർ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിമാർ ഉത്തരം കൊടുത്തത് എന്താ? കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഇതുവരെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു. പോഷൻ പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയിലും ഒന്നും തരാനില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് തെറ്റാണ്, അത് അവകാശ ലംഘനമാണ് എന്ന് ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. മിണ്ടാതിരുന്നു, ഒരക്ഷരം മിണ്ടാതിരുന്നു. അപ്പോൾ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. കേന്ദ്ര സർക്കാർ 15ാം ധനകാര്യ കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടും കൊടുക്കാതിരിക്കുന്നു എന്ന കാര്യം സ്പെസിഫിക്കായി ഉന്നയിക്കാതിരിക്കുക. എന്നാൽ വേഗായ രീതിയിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് നയപ്രഖ്യാപനത്തിൽ പ്രസംഗത്തിൽ പറയുക. പിന്നെന്താ ഇവര് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ പറ്റി പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ പറ്റി പറയാൻ ഇവർക്ക് അധികാരമുണ്ട്, ഇവർക്ക് അവകാശമുണ്ട്. അതിനൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ അങ്ങനെ പറയുന്ന സമയത്ത് അത് കൃത്യതയോടുകൂടി പറയണം. ഇന്നെന്ന കാര്യങ്ങൾ എന്ന് അക്കമിട്ട് പറയണം. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യം നമ്മുടെ ഈ ബഡ്ജറ്റ് ഏതര കടമെടുപ്പാണ്. ബഡ്ജറ്റ് ഏതര കടമെടുപ്പ് അത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തെറ്റാണ്. അത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. എത്ര സംസ്ഥാനങ്ങൾക്ക്? 5 സംസ്ഥാനങ്ങൾക്ക്. ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, കേരള. ഈ 5 സംസ്ഥാനങ്ങൾക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതല്ലേ? അത് പറഞ്ഞിട്ടില്ലേ? അപ്പോ ഇങ്ങനെ കൃത്യമായ രീതിയിൽ ചെയ്യാൻ പാടില്ലാത്തത്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു സംവിധാനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അത് ഗവർണറെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് വായിക്കാതിരിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് വായിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ നമുക്ക് അതിന്റെ അറിവില്ല. എന്താണ് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ എന്ന് അറിവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഒറ്റ കാര്യം ഇതിൽ പറയുന്നുള്ളൂ. ചില മര്യാദകളുണ്ട്. ഇപ്പൊ എല്ലാം ഭരണഘടനയിൽ എഴുതി പിടിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയാണെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും എല്ലാ കണ്ടിജൻസിയും ഒന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആ മര്യാദകൾ ഒരു കൂട്ടർ ലംഘിക്കുമ്പോൾ മറ്റേ കൂട്ടരും ലംഘിച്ചു എന്ന് വരും. ചില ആൾക്കാർ ലംഘിച്ചില്ല എന്നുണ്ടാവും, ചില ആൾക്കാർ അതൊക്കെ ആ ഗവർണറുടെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അറിവും ബോധവും അനുസരിച്ചിരിക്കും. എല്ലാ ഗവർണർമാരും ഒരേപോലെ പെരുമാറണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് മര്യാദകൾ സംസ്ഥാന സർക്കാർ ലംഘിച്ചിട്ടുണ്ട്. മര്യാദകൾ സംസ്ഥാന സർക്കാർ ലംഘിച്ചാൽ ചിലപ്പോൾ ഗവർണറും ലംഘിച്ചിട്ടുണ്ടാവും. അതിപ്പോ അദ്ദേഹത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നേ പറയാനുള്ളൂ. അതെ, നിലപാട് എന്താണ് എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ ചർച്ചയിലേക്ക്. ഗവർണർ നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. ശ്രീജിത്ത് പണിക്കർ,
ഇവിടെ സർക്കാരിന്റെ നയവും നേട്ടവും തന്റേതുകൂടിയാണ് എന്നുള്ള തോന്നൽ ഗവർണർ വച്ചു പുലർത്തുന്നില്ല എങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ടല്ലോ. കാരണം ഗവർണറോട് ഭരണപക്ഷം സ്വീകരിക്കുന്ന ഒരു സമീപനവും അതുകൊണ്ടല്ലേ, അത് തന്നെയല്ലേ, അതുകൊണ്ടല്ലേ ഒരുപക്ഷെ ഗവർണർക്ക് അത്തരത്തിലുള്ള കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്നത്. പ്രശ്നം ഏതെങ്കിലും ഒരു നയത്തിലോ നിലപാടിലോ ഉള്ള ഒരു വ്യത്യാസം എന്നതിനപ്പുറത്തേക്ക് ഗവർണർ എന്ന പദവി തന്നെ ഈ നിലയ്ക്ക് ആവശ്യമില്ല എന്ന അഭിപ്രായം അതൊരു രാഷ്ട്രീയ നയമായിട്ട് കൂടി സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് അദ്ദേഹത്തിൻ്റെത്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം അവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ആൾക്കാരോട് ചേർന്ന് അദ്ദേഹം പല കാര്യങ്ങളിലും സഹകരിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ദുര്യോഗമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള ഡിമാൻഡുകളൊക്കെ പലപ്പോഴും ഗവർണർ എന്ന പദവി വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പൺ കോൺഫ്രണ്ടേഷനിലേക്ക് വന്നിരിക്കുന്ന അവസ്ഥകൾ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗവർണർ എന്ന പദവിയുടെ ആവശ്യമില്ല, അഥവാ പിന്നെ ഇപ്പൊ ആൾക്കാരുടെ പല സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കണ്ടില്ലേ. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടേതായിട്ട് വന്നിരിക്കുന്ന ചില പ്രസ്താവനയൊക്കെ അനുസരിച്ച് അദ്ദേഹം കറങ്ങി നടക്കുന്നത് സർക്കാരിന്റെ കാശിലാണ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അങ്ങനെ ആരാണ് കറങ്ങി നടക്കുന്നത്? അദ്ദേഹം പറയുന്നത് തന്നെ ഗവർണർക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനോ അങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നതെല്ലാം സർക്കാരിന്റെ കാശിലാണ് എന്ന് പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി നടത്തുന്ന പല വിദേശ പര്യടനങ്ങളും ശ്രീ ശിവൻകുട്ടി ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിലാരൊക്കെയാണ് പങ്കെടുക്കുന്നത്, അത് ആരുടെയൊക്കെ ചെലവിലാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കൂടി അദ്ദേഹം അറിയേണ്ടതാണ്. അപ്പൊ ഇവിടെ ഗവർണർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കുറ്റം കണ്ടുപിടിക്കുക, ഗവർണർ എന്ന പദവി തന്നെ വേണ്ട എന്ന് വെക്കുക, അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശാധികാരങ്ങളെ ചോദ്യം ചെയ്യുക, അതേപോലെ തന്നെ ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള മറ്റു പദവികൾ, അതിലേറ്റവും പ്രധാനമായിട്ട് ചാൻസലർ സ്ഥാനം, അത് ആ രീതിക്ക് ഇനി വേണ്ട എന്ന രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടാക്കുക, ഇത് പലതിനെയും നിയമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക, അതൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ കൺസെന്റോട് കൂടിയിട്ടല്ല, നേരെ മറിച്ച് സഭയിലുള്ള മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരുപക്ഷെ UGC ചട്ടങ്ങൾക്ക് പോലും വിരുദ്ധമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ പാസ്സാക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ വീണ്ടും ഒരു കോൺഫ്രണ്ടേഷനിലേക്ക് പോവുക എന്ന രീതിയാണ്. അപ്പൊ നമ്മൾ മുമ്പ് പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പൊതുവായിട്ടുള്ള പല ചടങ്ങുകളിലും ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരും എല്ലാം ഒന്നിച്ചു വരുന്ന സമയത്ത് പരസ്പരം നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുമായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പുറത്ത് കാണിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കുന്നതിനോ ഒന്ന് അഭിവാദ്യം ചെയ്യുന്നതിനോ ഒന്നും തന്നെ ഉള്ള ഒരു സ്പേസ് ഇവരാരും തമ്മിൽ ഇല്ല എന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു ബോധ്യത്തിന് വേണ്ടി പോലും കാണിക്കാനായിട്ട് രണ്ടു ഭാഗവും തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് അത് വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓപ്പൺ കോൺഫ്രണ്ടേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ ഗവർണറെ കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഒരു അനുനയത്തോടു കൂടി പോകാനുള്ള സമയമെല്ലാം തന്നെ കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിനുള്ള ചില ചുമതലകളുണ്ട്. ഉദാഹരണത്തിന് നയപ്രഖ്യാപന പ്രസംഗം, അങ്ങനെയുള്ള നയപ്രഖ്യാപന പ്രസംഗവുമൊക്കെയായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതിന്റെ ടെക്സ്റ്റ് എന്താണ് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പൊ അതിനോട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു യോജിപ്പോ നിലപാടോ ആ രീതിയിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടതുപോലെ ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫും വായിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു 1.5 മിനിറ്റിനുള്ളിൽ തന്നെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചിട്ട് പോകുന്നു. പക്ഷെ അതെപ്പോഴും പരിഗണിക്കപ്പെടുക ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു എന്ന നിലയ്ക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, എന്നാൽ തന്റെ ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള തന്റെ ചുമതല എന്താണോ അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു ശ്രമമാണ് അവിടെ കാണുന്നത്. അത് തന്നെയാണ് നമ്മൾ പിന്നീട് റിപ്പബ്ലിക് ദിനത്തിലും നമ്മൾ കാണുന്നത്. അതിന്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് കൂടുതലായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നു. എന്നാൽ മറ്റു പല കാര്യങ്ങൾ അവിടെ തന്നെ നമ്മൾ വേദിയിൽ കണ്ടതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരോട് അഭിവാദ്യം ചെയ്യുന്നതിനോ അഭിവാദ്യം സ്വീകരിക്കുന്നതിനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതൊരു നല്ല ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമല്ല. അങ്ങനെ ഒരു ഓപ്പൺ കോൺഫ്രണ്ടേഷൻ ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല. ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ഒരു ക്ലാരിറ്റി ഒരു വിഷയത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അതിന് ക്ലാരിഫിക്കേഷൻ മന്ത്രിസഭ നൽകണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യപരമായി ഭരണഘടനാപരമായിട്ട് അത് നിറവേറ്റാനുള്ള ബാധ്യത ഒരു ചുമതലയായി തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമുണ്ട്. അത് ഭരണഘടനാ ദത്തമാണ്. പക്ഷെ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ പോലും അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശദീകരണം ചോദിക്കുന്ന സമയത്ത് അത് നൽകുന്നതിന്, തനിക്കുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനൊന്നും തന്നെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി വരണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുള്ള സമയങ്ങളിൽ മുഖ്യമന്ത്രി വരുന്നില്ല. അപ്പൊ ഇവിടെ ആരാണ് ഭരണഘടനാ വിരുദ്ധമായിട്ട് പെരുമാറുന്നത് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഗവർണർക്ക് അങ്ങനെ ഒരാളിനോട് കൂടുതലായിട്ട് വിശദീകരണങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വരാൻ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ടായിരിക്കെ അത് നിറവേറ്റാനായിട്ട് മറുപക്ഷം തയ്യാറാകുന്നില്ല എങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പിന്നെ ഗവർണറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഭരണഘടനാ ചുമതലയുള്ള ഗവർണറാണ് എന്ന ഒരു ബോധ്യം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകണം, മന്ത്രിസഭയ്ക്ക് ഉണ്ടാകണം. അത് മന്ത്രിസഭയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ്
നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അദ്ദേഹത്തിന്റെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലത്തേക്ക് ഒരു സർക്കാരിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇതിൽ ഒരു മഞ്ഞുരുകലിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ട് എന്ന് തോന്നുന്നില്ല. രണ്ടു പക്ഷവും അങ്ങനെ ഈ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന മട്ടിൽ നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ അറിയാവുന്നതുപോലെ നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന പല ബില്ലുകളും അത് നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ അത് പാസ്സാക്കുന്നത്. അല്ലാതെ അതിന് പ്രതിപക്ഷത്തിന്റെ കൺസെന്റ് ഉണ്ടായിട്ടല്ല, നാട്ടുകാരുടെ കൺസെന്റ് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഏകപക്ഷീയമായിട്ടുള്ള മുന്നണി തീരുമാനം എന്താണോ ആ മുന്നണി തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗവർണറുടെ അധികാരങ്ങൾ ഉൾപ്പെടെ കവർന്നെടുക്കുന്ന നിയമങ്ങൾ പാസ്സാക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള സർവകലാശാലകളുടെ സ്ട്രക്ചറിനെ തന്നെ ഇല്ലാതെയാക്കുന്ന, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സിനെ ലീഗലൈസ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ബില്ലുകൾ പാസ്സാക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ്, മോണിറ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പൊതുപ്രവർത്തകരുടെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള രംഗത്ത് ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തോടു കൂടി വന്നിരിക്കുന്ന അഴിമതിയൊക്കെ ചേർക്കുന്ന രീതിയിലുള്ള നിയമങ്ങളെയൊക്കെ തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭേദഗതികൾ കൊണ്ടുവരുന്നു. അപ്പൊ ഇതിനെയൊന്നും തന്നെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരാളിനും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു കസ്റ്റോഡിയനായിട്ട് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഭരണഘടനാ ചുമതലയുള്ള ഗവർണർ ആ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം ചോദിക്കുന്ന സമയത്ത് അത് നൽകാൻ തയ്യാറാകാതിരിക്കുകയും എന്നാൽ നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗവർണറുടെ അധികാരം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചുമതലകൾക്ക് ട്യൂഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിൽ കൃത്യമായ വിശദീകരണം നൽകാനായിട്ട് ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല. ലോകായുക്തയെ ന്യൂട്രലൈസ് ചെയ്തത് എന്തിനാണ് എന്ന ചോദ്യത്തിനെ പറ്റി മറുപടി പറയാനായിട്ട് ഇടതുപക്ഷത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിയിൽ നിന്നുള്ള ഒരാൾക്ക് എങ്കിലും ഇന്ന് ഇവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഗവർണറുടെ അധികാരം ഒരു ചാൻസലർ എന്ന രീതിയിലുള്ള അധികാരം കവർന്നെടുക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് മറുപടിയില്ല. അപ്പൊ ഗവർണറെ കേവലം ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പ് ആണ് എന്ന് പലരും പല തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് അദ്ദേഹം പ്രവൃത്തി കൊണ്ട് തെളിയിക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചൊരു റബ്ബർ സ്റ്റാമ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ ന്യൂട്രലൈസ് ചെയ്ത് അവസാനം ഗവർണർ പദവി പോലും വേണ്ട, അദ്ദേഹം കറങ്ങി നടക്കുന്നതൊക്കെ നമ്മുടെ കാശിലാണ് എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്ക് ഇവരെല്ലാം തന്നെ അധപ്പതിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനുള്ള പണം ഇപ്പോ കേന്ദ്രം തായോ എന്ന് പറഞ്ഞുകൊണ്ട് നാഴേക്ക് 40 വട്ടം മുറവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പം പണം കൊടുക്കുന്നത് നിങ്ങളാണെങ്കിലും ആ പണം നൽകുന്നത് കേന്ദ്രമാണ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായമില്ലാതെ ഒരു ദിവസം പോലും പിന്നിടാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്കുള്ള ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി കൂടി ഇവിടെ ഉണ്ട്. കൃത്യമായ കാര്യങ്ങളോ ഏകോപനമോ ഒന്നും തന്നെ സർക്കാരിന്റെ പല കാര്യങ്ങളിലും ഇല്ല എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. ഇന്ന് തന്നെ ഒരു റിപ്പബ്ലിക് ഡേ പരേഡ്, ആ പരേഡിൽ ആരാണ് അഭിവാദ്യം സ്വീകരിക്കേണ്ടത്, അത് സ്വീകരിക്കേണ്ട മാർഗം എന്താണ് എന്നതിനെപ്പറ്റി വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പ്രൈവറ്റ് വാഹനത്തിൽ, ഒരു കോൺട്രാക്ടറുടെ വാഹനത്തിൽ അഭിവാദ്യം സ്വീകരിച്ചു എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകൾ വരുന്നു. അപ്പൊ ഭരണത്തിലോ നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്ത ഒരു കൂട്ടം വെറും രാഷ്ട്രീയക്കാരായിട്ട് നമ്മുടെ മന്ത്രിസഭ മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതെ, ശ്രീ RS ശശികുമാർ, ഇന്നത്തെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. വിദ്യാഭ്യാസം യുവജനങ്ങൾക്ക് ഏതു രീതിയിലാണ് പ്രയോജനപ്രദമാകുന്നത്, അതിന് വിദ്യാഭ്യാസ മേഖലയിൽ ബാഹ്യ ഇടപെടലുകളില്ലാത്ത സ്വതന്ത്ര സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിന്റെ ആകുലതകളുടെ തുടക്കം തന്നെയായിരുന്നു നമുക്കറിയാം ഈ ഗവർണർ സർക്കാർ പോരിലേക്ക് വഴിവെച്ചത്. എന്തായാലും അദ്ദേഹം ഇപ്പോഴും അതിൽ ആകുലപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്, ആശങ്കപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ സേവ് യൂണിവേഴ്സിറ്റിക്ക് പറയാനുള്ളത്, പലപ്പോഴും ഗവർണർക്ക്, ചാൻസലർ എന്നുള്ള രീതിയിൽ ഗവർണർക്ക് പരാതി നൽകുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇതാ ഒരു നാഥൻ ഉണ്ടായി എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ താങ്കൾക്കില്ലേ? അല്ല, ഗവർണർ എന്ന് പറയുന്നതും മുഖ്യമന്ത്രി എന്ന് പറയുന്നതും രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. നമ്മുടെ സംസ്ഥാനം ഏറ്റവും ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ഗവർണറും മുഖ്യമന്ത്രിയും. ആ ബഹുമാനം അവർ സമൂഹത്തിന് കൊടുക്കണം, ഗവർണർ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, മുഖ്യമന്ത്രി ഗവർണർക്ക് കൊടുക്കണം. ആ നിലയിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴത്തെ പിണറായി സർക്കാർ ഉൾപ്പെടെ അങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ ഒരു മാറ്റമുണ്ടായി. അദ്ദേഹം സമൂഹത്തിലുള്ള പലരെയും നികൃഷ്ട ജീവികളായിട്ട് കാണുന്നത് പോലെ ഭരണഘടനാ സ്ഥാപനമായ സംസ്ഥാനത്തെ ഉത്തരവുകളല്ല, ബൈ ഓർഡർ ഓഫ് ദി ഗവർണർ ഇറക്കുന്ന അങ്ങനെയുള്ള ആ ഭരണഘടനാ സ്ഥാപനം ഒന്നാമത്തെ പൗരനെ
ഒരു നികൃഷ്ട ജീവിയുടെ കണക്കാക്കാൻ ഗവർണർ നിർബന്ധിതനായി. അതിന് കാരണമുണ്ട്. കാരണം അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ആരെയും നികൃഷ്ട ജീവി എന്ന് കാണിക്കുക. പക്ഷേ മുമ്പിരുന്ന നയനാരെ പോലെയോ അല്ലെങ്കിൽ അച്യുതാനന്ദനെ പോലെയോ ഉള്ള ഒരു പ്ലീസിങ് ഫേസ് അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാനൊക്കില്ല. ഉണ്ട്, പക്ഷെ അദ്ദേഹം പുറത്ത് കാണിക്കില്ല. നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിലും അതുപോലെ നമ്മുടെ പത്രങ്ങളിലെ പരസ്യങ്ങളിലൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ അത് ചിരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തിയ നമ്മുടെ കൊച്ചിയിലെത്തിയപ്പോൾ എന്ത് വിധേയത്വത്തോടു കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ട് സമീപിച്ചത്, അദ്ദേഹത്തെ പൂച്ചണ്ട് കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുന്നതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും മന്ദസ്മിതം തിരിച്ചു വരുന്നത് വരെ അദ്ദേഹം വളരെ സൂക്ഷിച്ചു നോക്കുന്നതുകൊണ്ട് ആ വിധേയത്വത്തിൻ്റെ പകുതി വിധേയത്വം നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിനിധിയായി നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഗവർണറോട് കാണിക്കേണ്ടേ? പകുതി കാണിച്ചാൽ മതി വിധേയത്വം, മുഴുവനും കാണിക്കണ്ട. അതിന് പകരം ദാർഷ്ട്യത്തോടു കൂടി ഞാൻ പറയുന്നതിന് താഴെ ഒപ്പിടുന്ന ഒരാളായിരിക്കണം ഗവർണർ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയാണോ നമ്മുടെ ഭരണഘടന ഗവർണർ വിഭാവന ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾ ചെയ്യുന്നതിന് താഴെ തുല്യം ചാർത്താൻ ഗവർണർ തയ്യാറാണ്. ഇദ്ദേഹം തയ്യാറായിരുന്നു. ഞങ്ങൾക്ക് പരാജയമുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പല ആവർത്തി ഗവർണറെ ചെന്ന് കാണുകയും 2019 നിരന്തരം അദ്ദേഹത്തെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ടുള്ള ആളാണ് ഗവർണർ. പക്ഷേ 2021 വരെ അദ്ദേഹം ചെയ്തു. പല ആവർത്തി അദ്ദേഹത്തിന് അറിയാമായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർന്നിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം ഗവൺമെൻറ് പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഒപ്പിട്ട് കൊടുത്തു. അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറയട്ടെ. കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനമാണ് ആദ്യം അദ്ദേഹം വന്നതിന് ശേഷം നടന്നത്. അതിനു മുമ്പ് ആരോഗ്യ സർവകലാശാല നടന്നു, അവിടെ ഡോക്ടർ മോഹൻ കുന്നുമേനെ നിയമിച്ചു. അത് കഴിഞ്ഞ് ഉടൻ തന്നെ കാലിക്കറ്റിലെ സർവകലാശാല നിയമനം വന്നപ്പോൾ ഞങ്ങൾ ഗവർണർ കണ്ടിരുന്നു. കാരണം റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേദിവസം ഒരു MG സർവകലാശാല പ്രൊഫസറെ നിയമിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ആരെ നിയമിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇവിടെ BJPയുമായിട്ട് അനുകൂലമുള്ള ടാപ്പിയോക്ക റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ അദ്ദേഹം SC-കാരനാണ്. ഞങ്ങൾ പറഞ്ഞത് ശരിയാ, ഒരു പട്ടികജാതിക്കാരൻ ഇതുവരെ കേരളത്തിൽ വൈസ് ചാൻസലറായിട്ട് വന്നിട്ടില്ല. വളരെ പ്രഗത്ഭനായ സയന്റിസ്റ്റാണ്. നാഷണൽ അവാർഡും ഗ്ലോബൽ ലെവലിലുള്ള അവാർഡും കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷേ ഗവർണർ എന്ന് പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന് ഒരു BJP രാഷ്ട്രീയമുണ്ട്, ഞാൻ ഗവൺമെന്റിന്റെ താല്പര്യം കൂടി നോക്കി മാത്രമേ ഒപ്പിടുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഇപ്പോഴുള്ള ഡോക്ടർ ജയരാജനെ നിയമിച്ചത്. അതിനുശേഷമുള്ള എല്ലാ VC-മാരെയും ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ച് നിയമിച്ചു. ഇവിടെ വൈസ് ചാൻസലർമാര് OWC-ആയിട്ട് KTUവിൻ്റെ VC പുറത്തു പോയപ്പോൾ അതനുസരിച്ച് മറ്റ് VC-മാർ പുറത്തു പോകേണ്ട അവസ്ഥ വന്നപ്പോൾ അതിനുശേഷം അവർ റിലീവ് ചെയ്ത് പോയപ്പോൾ പകരം ചാർജ് കൊടുത്ത് ഗവൺമെന്റ് പറഞ്ഞ വൈസ് ചാൻസലർമാർക്കാണ്. അതിന് വിരുദ്ധമായിട്ട് KTUവിലെ ഒരു വൈസ് ചാൻസലർ നിയമിച്ചപ്പോൾ ഇവിടെ നടന്ന അട്ടഹാസങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചിരുന്നപ്പോൾ ഗവർണർ കൊള്ളാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വന്നത് എപ്പോഴാ? ഇവിടെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനം വന്നപ്പോൾ ഡോക്ടർ രവീന്ദ്രനെ ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ച് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കണ്ട് എൻ്റെ ജില്ലക്കാരനാണ്, അങ്ങനെ സഹായിക്കണം. അങ്ങനെ ഒരു മുഖം നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. എൻ്റെ നാട്ടുകാരനാണ്, അദ്ദേഹത്തെ സഹായിക്കണം. അങ്ങനെ നീ ചട്ടവിരുദ്ധമാണെങ്കിൽ പോലും നിയമിക്കണമെന്ന് പറഞ്ഞ് ഈ ഗവർണർ നിയമനം കൊടുത്തു. ഞങ്ങളതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ അത് കഴിഞ്ഞ് സംസ്കൃത സർവകലാശാല നിയമനവും നടത്തി. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഗവർണർക്ക് ശരിയും തെറ്റും മനസ്സിലായി. അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ് ഒരു പ്രൈവറ്റ് കോളേജിലെ അധ്യാപിക പണം കൊടുത്തോ അല്ലാതെയോ ശുപാർശയിലൂടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറി വരെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്തപ്പോൾ ഗവർണർ സ്റ്റേ ചെയ്തു. അവിടെ വെച്ചാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ തെറ്റുന്നത്. അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം സംശുദ്ധീകരിക്കണമെന്നുള്ളൊരു താല്പര്യം കേന്ദ്രത്തിന്റെ പ്രതിനിധി കൂടിയായ പലപ്പോഴും അദ്ദേഹം പറയാറുള്ളതാണ്. ഞാൻ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും പൊട്ടൻഷ്യലുള്ള വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുള്ള ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരിടത്തില്ല. പക്ഷെ അതിനെ നമ്മുടെ സംസ്ഥാനം നശിപ്പിക്കുകയാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി, സർവകലാശാല സംശുദ്ധമാണെന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം രാകേഷിന്റെ ഭാര്യയുടെ നിയമനം സ്റ്റേ ചെയ്തപ്പോൾ അന്ന് തുടങ്ങിയതാണ് വിപ്ലവം. അപ്പോൾ കേരളത്തിനെ നന്നാക്കരുത് എന്നുള്ള താല്പര്യമുള്ള ഒരു ഗവൺമെന്റും കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഗവർണറും തമ്മിലുള്ള കോൺഫ്രണ്ടേഷനാണ്
ഇന്ന് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഗവർണർ ഒരു നികൃഷ്ട ജീവിയായി മാറിയത്. അതെ, തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ബൽദേവ്, അങ്ങനെ തന്നെയാണോ? കാരണം ഗവർണർ എപ്പോഴാണ് ശ്രീ ആർ എസ് താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ബൽദേവ്, ഗവർണർ അനഭിമതനായത് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ മുതൽക്കാണ് ഗവർണർ സർക്കാർ പോര് മുറുകുന്നത്. സർക്കാരിന് ബാക്കി എല്ലാവരെക്കാളും ഗവർണർ ഇത്തരത്തിൽ യാതൊരു രീതിയിലും ഭരണഘടനാപരമായ പദവി നിർവഹിക്കുന്നില്ല, തങ്ങളെ അനുസരിക്കുന്നില്ല, എപ്പോഴും തങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നു തുടങ്ങിയ വാഗ്വാദങ്ങളുമായി എത്തിയത്. അതിനു മുൻപ് വരെ ഗവർണർ കൊല്ലാമായിരുന്നു. അതിനുശേഷവും ഒപ്പിടാത്ത ഇപ്പോഴും ബില്ലുകളുണ്ട് ഗവർണറുടെ മേശപ്പുറത്ത്. അതിനൊക്കെ വിശദീകരണം ചോദിച്ചതാണ്. യാതൊരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ അതത് വകുപ്പിലെ മന്ത്രിമാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിലനിൽക്കുകയാണ്. എന്നിട്ടും ഇപ്പോഴും പറയുകയാണ്, അല്ലെങ്കിൽ വാദോരാതെ പൊതുവേദികളിൽ പറയുകയാണ്, ഗവർണർ ഭരണഘടനാപരമായ പദവി നിർവഹിക്കുന്നില്ല, ഭരണഘടനയെ അനുശാസിക്കുന്നില്ല എന്നുള്ളത്. ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിലും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഭരണഘടന വധഭീഷണിയിലാണ് എന്നുള്ളതാണ്. പി പ്രസാദിന്റെ സൂചകമെന്ന് പറയുന്നത് യഥാർത്ഥ പ്രാണപ്രതിഷ്ഠ ഭരണഘടനയാണ് എന്നുള്ളതാണ്. പക്ഷേ സജി ചെറിയാൻ ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ആരുടെയും നാവ് പൊന്തുകയും നമ്മൾ കണ്ടില്ല. ഗവർണർക്കെതിരെ കേസ് കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് പത്മനാഭൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. ഗവർണർ നയപ്രഖ്യാപനം മൊത്തത്തിൽ വായിക്കണമെന്നൊന്നും ഭരണഘടനയിൽ പറയുന്നൊന്നുമില്ല. അത് യാഥാർത്ഥ്യമാണ്. ഭരണഘടനയിൽ പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളാണ്. ഒന്ന് ആർട്ടിക്കിൾ 87, പാർലമെന്റിനെ പ്രസിഡന്റ് അഡ്രസ് ചെയ്യണം. അതാണത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ 175 അനുസരിച്ച് ഗവർണർ നിയമസഭയും അഭിസംബോധന ചെയ്യണം. പക്ഷെ 176, 1, 2 ആ 1 and 2 പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അഡ്രസ് ഇൻ ദ ഓപ്പണിംഗ് സെഷൻ ഓഫ് ദ ന്യൂ ലെജിസ്ലേറ്റർ ആഫ്റ്റർ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആദ്യമായിട്ട് ആ സഭയെ ഗവർണർ അഭിസംബോധന ചെയ്യണം. 176(2) അനുസരിച്ച് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ഈച്ച് ഇയർ, ഓരോ വർഷത്തെയും ആദ്യത്തെ സമ്മേളനത്തെയും ഗവർണർ അഭിസംബോധന ചെയ്യണം. അപ്പൊ ഗവർണർ അഡ്രസ് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. ശ്രീ പത്മനാഭ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ്, അഡ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പോളിസി മാറ്റർ അതുപോലെ വായിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ ജനാധിപത്യപരമായ കീഴ്വഴക്കം അനുസരിച്ച് പലപ്പോഴും അത് വായിക്കാറുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിയും ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, എൻ കെ പ്രേമചന്ദ്രൻ എംപിയും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മൊത്തത്തിൽ എത്രായിരം രൂപ കൊടുക്കാനുണ്ടെന്ന് കൃത്യമായിട്ട് ചോദിക്കുകയുണ്ടായി. അതിന് നിർമ്മല സീതാരാമൻ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ബജറ്റ് അവതരണത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പോളിസി മാറ്റേഴ്സിൽ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ്. ഒന്ന്, സാമ്പത്തിക കാര്യങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വമുണ്ട്, പണഞ്ഞൊരുക്കത്തിന് ഇതാണ് കാരണം. സംസ്ഥാനങ്ങൾ സ്രോതസ്സിന്റെ പരിധി മറന്ന് ചെലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നു. ധനകാര്യ കമ്മീഷൻ അനുവദിക്കുന്ന നികുതി വിധങ്ങളിലെ കുറവ് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. GST നഷ്ടപരിഹാരം നിർത്തിയതും റവന്യൂ കമ്മി ഗ്രാന്റ് കുറച്ചതും ബജറ്റിന് പുറത്ത് കടമെടുപ്പിന് നിയന്ത്രണം വെച്ചതും സംസ്ഥാനത്തെ ബാധിച്ചു. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധമായി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഗ്രാന്റ് തടഞ്ഞു വെക്കുന്നതിൽ ആശങ്ക. മുൻകാല പ്രാബല്യത്തോടെ വായ്പാ പരിധി വെട്ടിക്കുറച്ച് മൂലപ്പണഞ്ഞിരിക്കുണ്ടായി. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് കേന്ദ്രത്തിനെതിരെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പല കാര്യങ്ങളിലും ഗ്രാന്റ് തടഞ്ഞു വെച്ചു, അതുപോലെ കടമെടുക്കുന്നത് വെട്ടിക്കുറച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, കേന്ദ്രത്തിന്റെ നയങ്ങൾ മൂലമാണ് സംസ്ഥാനത്ത് ഇത്രയും കൂടുതൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ശ്രീ പണിക്കർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ധനകാര്യമന്ത്രി ഇന്നലെ സമ്മതിച്ചു, കേരളം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ല. 2014 ഈ ഗവൺമെന്റ് വരുമ്പോൾ തന്നെ ഏതാണ്ട് 2,60,000 കോടി രൂപയാണ് നമുക്ക് ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 4 ലക്ഷം കോടിയോളം ബാധ്യതയുണ്ട്. 1957 മുതൽ 97 വരെ 40 വർഷം നമ്മുടെ ബാധ്യത 10,000 കോടിയായിരുന്നു. 97-ന് ശേഷമാണ് നമ്മുടെ ബാധ്യത ഇങ്ങനെ കൂടിക്കൂടി ഇപ്പോൾ 4 ലക്ഷം കോടിയായിട്ട് കേന്ദ്രത്തിന്റെ ബാധ്യത. ഞാൻ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകല്ല, ഗുജറാത്തിൽ 3.61 ലക്ഷം കോടി ബാധ്യത എന്നും പറഞ്ഞ് മെനഞ്ഞാന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ 4 ലക്ഷം കോടി രൂപ ബാധ്യതയാണ്. പിന്നെ ഗവർണർ വേണ്ട എന്നുള്ള കാര്യങ്ങൾ, ഗവർണർ വേണോ, ചാൻസലർ അധികാരം വേണോ എന്നുള്ളത് ആദ്യമായിട്ടൊരു കേസ്, ശ്രീ ശശിധരനൊക്കെ പറയുന്നത് പോലെ ആദ്യമായിട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ വിധി വന്നത് 2022 മാർച്ച് മാസം 2-ാം തീയതിയാണ്. ആ കേസ് തുടങ്ങിയത്
വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് 2013 അന്ന് അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ ഗംഭീർദാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ആ കേസിനകത്ത് ഒരു വൈസ് ചാൻസലറെ UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമിച്ചു. അന്ന് ചാൻസലർ വേണ്ട എന്ന് ആദ്യമായിട്ട് മുദ്രാവാക്യം പറ്റി പല സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷം ഭരിക്കുന്ന സ്റ്റേറ്റിൽ നിന്നും കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ്, പക്ഷേ ഗുജറാത്തിൽ നിന്നും അന്ന് വന്നു ഇങ്ങനെ ഒരു ഗവർണർ ചാൻസലർ ഇവിടെ വേണ്ട. ആരും അന്ന് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. പക്ഷെ 2022 വന്ന വിധി അന്ന് യൂണിവേഴ്സിറ്റിക്ക് അനുകൂലമായിട്ടാണ് ഗവർണറുടെ തീരുമാനം ശരിവെച്ചുകൊണ്ടാണ്. അതായത് ഗവൺമെന്റ് എടുത്ത വൈസ് ചാൻസലറെ അങ്ങനെ നിയമിക്കാൻ പാടില്ല. കേരളത്തിലും അത് തന്നെയാണ് സ്ഥിതി. UGC ചട്ടങ്ങൾ വിരുദ്ധമായിട്ട് ചിലർ വൈസ് ചാൻസലർമാരെ നിയമിച്ചു. ആ 2022 വന്ന വിധി 2013 ഫയൽ ചെയ്ത ഗംഭീർദാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ആ വിധിയാണ് ഇതിനകത്തെല്ലാം ചൂണ്ടിക്കാണിച്ചത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ചൂണ്ടിക്കാണിച്ചത് ആ വിധി വെച്ചുകൊണ്ടാണ് കേരളത്തിൽ അതേ രീതിയിൽ വിധികൾ വന്നത്. അപ്പോൾ ചാൻസലർ വേണ്ട, ഗവർണർ വേണ്ട എന്ന് കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അവിടെ നിന്നും ഈ മുറവിളി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നില്ല. കാരണം ഗവർണർ വേണോ വേണ്ടയോ എന്നുള്ളത് ഭരണഘടന ഉണ്ടായ കാലം മുതലേ ഇതിനെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് ചർച്ച ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഗവർണർ അത്ര അധികാരം പലയിടത്തും ഗവർണർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല 1969 കാര്യം ഞാൻ പറഞ്ഞു, പശ്ചിമബംഗാൾ ഗവൺമെന്റ് കാര്യം. അന്ന് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അന്ന് വളരെ കൂടുതൽ ചർച്ചയുണ്ടായ പാർലമെന്റിന്റെ 2 സഭകളും നിർത്തിവെക്കേണ്ടി വന്നു. വളരെ കൂടുതൽ പ്രതിപക്ഷ പ്രശ്നമൊക്കെ ഉണ്ടായി. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് അന്നത്തെ ഗവർണറുടെ തീരുമാനം, ഗവർണർ ധർമ്മവീരയുടെ തീരുമാനം 69 കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തു. അപ്പം ഗവർണർ മുഖ്യമന്ത്രി പോലും ഇവിടെ മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് രാജസ്ഥാനിൽ സഭ വിളിച്ചുകൂട്ടാൻ പറഞ്ഞപ്പോൾ ഗവർണർ വിളിച്ചുകൂട്ടാതിരുന്നു. ഇവിടെ ഒരു സുപ്രീം കോടതി വിളിച്ചുകൂട്ടാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ആ സമരം ഒരിക്കലും ഒരു ജനാധിപത്യ കീഴ്വഴക്കത്തിന് ശരിയായതല്ല. ഗവർണർ ആയാലും മുഖ്യമന്ത്രി ആയാലും രണ്ടുപേരും ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവരാണ്. അവർ തമ്മിലുള്ള ഒരു പോര് ഒരിക്കലും ശരിയല്ല. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ ഈ ഗവർണർ പോളിസി മാത്രം അഡ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ശ്രീധരൻ ചേട്ടൻ പറഞ്ഞതുപോലെ അഡ്രസ് ചെയ്യാതെ പോകാം. പക്ഷേ നാളിതുവരെയുള്ള കീഴ്വഴക്കവും ഭരണഘടന അദ്ദേഹം 176(1)ഉം 176(2)ഉം അനുസരിച്ച് അദ്ദേഹം സ്പെഷ്യൽ അഡ്രസ് ആണ്. അത് കൃത്യമായിട്ട് സാധാരണഗതിയിൽ എല്ലാ ഗവർണർമാരും അത് വായിക്കാറുണ്ട്. വായിച്ചില്ലെങ്കിലും ഇന്നലെ ഒരു ചർച്ചയിലൊക്കെ വന്നതാണ്, വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഗവൺമെന്റ് നയപരമായ പോളിസിയുമായിട്ട് മുന്നോട്ട് പോകും. ആ പോളിസിയുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹം പരിപൂർണമായിട്ട് വായിക്കണമെന്നില്ല. ജസ്റ്റ് അദ്ദേഹം വന്നിട്ട് പോയാൽ പോലും അത് അഡ്രസ് ചെയ്തതായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുപോലെയാണ് പാർലമെന്റിലും പ്രസിഡന്റ് പരിപൂർണമായിട്ട് ഇത് വായിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ആനയും അമ്പാരിയും പോലെ പ്രസിഡന്റിനെയും ഗവർണറെ എഴുന്നള്ളിച്ച് നമ്മൾ സഭയിൽ കൊണ്ടുവന്ന് ഇത് വായിപ്പിക്കുന്നു. ചിലത് ഒരു വള്ളി പോലും വിടാതെ തെറ്റായാൽ പോലും വായിച്ചു പോകുന്നുണ്ട്. കേരളത്തിലും അങ്ങനെ വായിച്ചിട്ടുണ്ട്. മുൻ ഗവർണർമാർ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിനെതിരെ പല നേരത്തെ വന്നിരുന്ന ഗവർണർ അത് വായിച്ചിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ട് തന്നെ അത് വായിച്ചു പോയിട്ടുണ്ട്. അവരതിനകത്ത് അർത്ഥം കൊടുക്കാറില്ല. അപ്പൊ അതൊരു ജനാധിപത്യപരമായ ഒരു കീഴ്വഴക്കമാണ്. ഭരണഘടനാപരമായി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡിസ്ചാർജ് കൂടെയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്, നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. എന്തു തന്നെ ആയിരുന്നാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ പോര് അല്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കും. അതിനകത്തൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. ഒരിക്കലും ഇവിടെയല്ല, കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും പല സംസ്ഥാനങ്ങളിലും ഭരണഘടനാ പ്രതിസന്ധി ഉണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് ഇവിടെ പല യൂണിവേഴ്സിറ്റികളിലും വൈസ് ചാൻസലറില്ല. അത് ഈ ഗവർണർ ആയിട്ട് ഗവൺമെന്റുമായിട്ടുള്ള പോരാണ്. ആരുടെ ഭാഗത്താണ് ശരിയോ തെറ്റോ എന്നുള്ള ആ തെറ്റുകൊണ്ട് പല യൂണിവേഴ്സിറ്റികളിലും വൈസ് ചാൻസലറില്ല. പലയിടത്തെയും നമുക്ക് ഭരണ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ശരി, തിരികെ എത്താം ചർച്ചയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം.